ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഒരു മസാല റോസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ, പക്ഷേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കുക. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സാധാരണ കറിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ വെളിച്ചെണ്ണ തന്നെ വേണം. വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ടാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഗ്യാസ് ഓൺ ആക്കണ്ട. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മളൊരു കറിക്ക് എടുക്കുന്ന മുളക് പൊടിയേക്കാളൊക്കെ കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണാണ് എരിവുള്ള എടുത്തത്. കുറച്ചുകൂടെ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഒരുപാട് ഈ സമയത്ത് വേണ്ട, കുറച്ച് മതി. എന്നിട്ട് ഇത് ഈ ഒരു ചെറിയ ചൂടിൽ നല്ലോണം വറുത്തെടുക്കണം. ആ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര മസാലപ്പൊടികളേ ഉള്ളൂ കേട്ടോ. കൂടുതൽ മല്ലിപ്പൊടി, ചിക്കൻ മസാല അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ അല്ലെങ്കിൽ ആ ഒരു എണ്ണയുടെ ചൂടിൽ തീ കൂട്ടി വെക്കുക ചെയ്യരുത്. അതായത് മുളക് പൊടി കരിയാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിചാരിച്ച ടേസ്റ്റ് അല്ല കേട്ടോ. നല്ലൊരു കളറും കിട്ടും. ഇങ്ങനെ ആവുന്ന സമയത്ത് നല്ലൊരു മണവും വരും. ചെറിയ തീയിൽ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഈ മുളക് പൊടി കറക്റ്റ് വറവായി വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു 1/2 കിലോ ചിക്കനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും മുളക് പൊടി കാര്യങ്ങൾ നല്ലോണം എത്തിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വേണ്ട. ആദ്യം കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ആദ്യത്തെ ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പം ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കുക. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട് തുടങ്ങണം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. പിന്നെ ഒരു കാര്യം, ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് അതങ്ങനെ അങ്ങ് വെന്ത് വന്നോളൂ. പിന്നെ ഒരുപാട് ഗ്രേവി ഉള്ളൊരു ഐറ്റം അല്ല. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ പകുതിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം, കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ബാക്കിയുള്ളതോടെ വേവിച്ചെടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ചിക്കനിലൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. ഒരു 10-15 മിനിറ്റ് എന്തായാലും വേവിച്ചെടുക്കേണ്ടി വരും, ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ടിട്ട്. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ട്, പക്ഷേ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ തന്നെ അടച്ചു വെച്ചിട്ട് ബാക്കിയൂടെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി ചിക്കനൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വെന്തോട്ടെ. നമ്മൾ പാകത്തിന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഈ സമയത്തിന് ഇതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം വലുപ്പത്തിൽ വരുന്ന ഒരു സവാള ഈ രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. 4ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതളാക്കി മാറ്റിയെടുക്കുമല്ലോ, ചില്ലി ചിക്കനൊക്കെ പോലെ. ആ രീതിയിൽ ഇതുപോലെ മതി കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മീഡിയം സൈസിൽ വരുന്ന തക്കാളിയുടെ പകുതി ഇതുപോലെ കുറച്ച് വലിയ പീസാക്കി മുറിച്ചിട്ട് അതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി മുറിച്ച് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെങ്കിൽ അത് കീറി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വെറുതെ ആയാലും മതി. എന്നിട്ട് ഈ ഉള്ളിയും തക്കാളിയും ഒന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ അടച്ചു വെച്ച് കൊടുക്കുക. ആ ഒരു ആവിയിൽ ഇരുന്നിട്ട് ഒരു 5-6 മിനിറ്റോടെ വെച്ച് കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് എടുക്കുന്ന സമയത്ത് ആ ഉള്ളിയൊക്കെ ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ടാവും. ഈ രീതിയിൽ നമ്മൾ ഇളക്കി എടുത്തിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ തക്കാളിയും ഉള്ളിയും ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇനി മൊത്തത്തിലൊന്നങ്ങ് ഇളക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അത്യാവശ്യം വെന്തിട്ടിരിക്കുന്ന സമയമായിരിക്കും. ഉള്ളിയോട് കൂടെ മൊത്തത്തിൽ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ സെർവ് ചെയ്യാനെടുക്കാം. അതായത് ആ ഒരു ഉള്ളി ഇത്തിരി കടിക്കാൻ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇത്ര തന്നെയുള്ള പരിപാടി. നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ഉള്ളിയൊക്കെ ഇതുപോലെ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം വെച്ച് കളയരുതിട്ട്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒരു കടിക്കുന്ന ടേസ്റ്റ് നഷ്ടപ്പെട്ടു. ശരിക്കും ആ ഒരു മുളക് പൊടിയുടെ ടേസ്റ്റ് തന്നെയാണ് മെയിനായിട്ട് ഇതിലേക്ക് വരുന്നത്. ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇല്ലാത്ത ഒരു ലൈറ്റ് ടേസ്റ്റ്. ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. പിന്നെ വെച്ചാൽ ഇതിന് ഒരുപാട് ഗ്രേവി ഇല്ല. ഒന്നിങ്ങനെ മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു ചിക്കൻ അങ്ങനെയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ ചിക്കൻ വെക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഒരു ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് ചെയ്ത് നോക്കുക. അതായത് സിമ്പിളായിട്ടുള്ള ടേസ്റ്റ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞ ചേരുവകളിൽ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി, അത്രയേ ഉള്ളൂ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും നല്ലൊരു റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്